റെയിൽ പാതകളിലൂടെ ഇനി ഓടുന്നത് യാത്രക്കാരെ മാത്രം വഹിക്കുന്ന ട്രെയിനുകളല്ല, പുതിയ ഇന്ത്യയുടെ സ്വപ്നങ്ങളും ആത്മവിശ്വാസവും വികസനത്തിന്റെ കുതിപ്പുമാണ്. നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ റെയിൽവേ വീണ്ടും ചരിത്രം കുറിക്കുകയാണ്. ഒരു കാലത്ത് വികസിത രാജ്യങ്ങളുടെ മാത്രം സ്വപ്നമായിരുന്ന ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈഡ്രജൻ ട്രെയിൻ സെറ്റുകളിലൊന്ന് ഇന്ത്യയുടെ മണ്ണിലൂടെ ആദ്യമായി കുതിച്ചുപായാൻ ഒരുങ്ങുകയാണ്. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയും ആത്മനിർഭർ ഭാരതത്തിന്റെ ശക്തിയും ഒരുമിക്കുന്ന ഈ നേട്ടം ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള യാത്രയിലെ മറ്റൊരു നാഴികക്കല്ലായി മാറുകയാണ്. ഇതൊരു ട്രെയിൻ സർവീസ് ഉദ്ഘാടനം മാത്രമല്ല, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യ മേഖലയിലുണ്ടായ വലിയ മാറ്റങ്ങളുടെ മറ്റൊരു തെളിവാണ്. വന്ദേ ഭാരതും അത്യാധുനിക റെയിൽവേ സ്റ്റേഷനുകളും കഴിഞ്ഞ് ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിയുകയാണ്. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു നേട്ടവുമായി ഭാരതം വീണ്ടും ചരിത്രം രചിക്കാൻ പോവുകയാണ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് യാത്ര ആരംഭിക്കുന്നു. ഹരിയാനയിലെ ജിൻഡ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനെയും സോണിപത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ സർവീസ് ഒരു സാധാരണ ട്രെയിൻ യാത്രയല്ല, ഇന്ത്യയുടെ സാങ്കേതിക കരുത്തിന്റെയും ആത്മനിർഭർ ഭാരതിന്റെയും ദിശാബോധത്തിന്റെയും പ്രഖ്യാപനമാണ്. 10 കോച്ചുകളുള്ള ഈ ട്രെയിൻ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈഡ്രജൻ പവർ യാത്രാ ട്രെയിൻ സെറ്റുകളിൽ ഒന്നാണ്. 8 യാത്രാ കോച്ചുകളും 2 ഡ്രൈവിംഗ് പവർ കാറുകളും ഉൾപ്പെടുന്ന ട്രെയിനിന് 2400 കിലോവാട്ട് ശക്തിയുണ്ട്. മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനിന് ഒരേ സമയം 682 യാത്രക്കാരെ വഹിക്കാൻ കഴിയും. എന്നാൽ ഈ ട്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വേഗമോ രൂപകൽപ്പനയോ അല്ല. സാധാരണ ട്രെയിനുകളെ പോലെ ഇതിന് ഡീസൽ ആവശ്യമില്ല. മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനുകളും വേണ്ട. ഹൈഡ്രജനും വായുവിലെ ഓക്സിജനും ചേർത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അത്യാധുനിക ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയാണ് ഈ ട്രെയിനിന്റെ ഹൃദയം. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിനുള്ളിലേക്ക് കടക്കുന്ന വാതകം വൈദ്യുതിയാക്കി മാറ്റുകയും ആ ഊർജ്ജമാണ് ട്രെയിനിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കയറ്റങ്ങൾ കയറുമ്പോഴും ലിഥിയം ബാറ്ററികൾ അധിക ശക്തി നൽകും. അതുമാത്രമല്ല, ബ്രേക്ക് ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ഊർജ്ജവും തിരികെ ശേഖരിച്ച് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും ഇതിലുണ്ട്. ഈ മുഴുവൻ പ്രക്രിയയുടെ അവസാനം പുറത്തേക്ക് വരുന്നത് പുകയോ മലിനീകരണമോ അല്ല, വെറും നീരാവിയും ചൂടും മാത്രം. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ട്രെയിനുകളെ ലോകം ഭാവിയുടെ ഗതാഗത സംവിധാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഫ്രാൻസിലെ ആൽസ്റ്റോം കമ്പനി 2016 ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യ പിന്നീട് ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഏറ്റെടുത്തു. ഇപ്പോൾ ആ പട്ടികയിലേക്ക് ഇന്ത്യയും ശക്തമായി കടന്നു വരികയാണ്. ചെന്നൈയിലെ ICFൽ നിർമ്മിച്ച കോച്ചുകളും ഹൈദരാബാദ് ആസ്ഥാനമായ മേധ സെർവോ ഡ്രൈവ്സിന്റെ സാങ്കേതിക സഹകരണവുമാണ് ഈ സ്വപ്ന പദ്ധതിക്ക് രൂപം നൽകിയത്. 136 കോടി രൂപ ചെലവഴിച്ചാണ് ഇന്ത്യൻ റെയിൽവേ ഈ ചരിത്ര സംരംഭം യാഥാർത്ഥ്യമാക്കിയത്. അതോടൊപ്പം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിലെ 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 1570 കോടി രൂപ ചെലവിൽ നവീകരിച്ച ഈ സ്റ്റേഷനുകൾ ഇന്ത്യയുടെ പൈതൃകവും സംസ്കാരവും ആധുനിക സൗകര്യങ്ങളും ഒരുമിപ്പിക്കുന്നവയാണ്. ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ പൈതൃക പാതകളിലൂടെ 35 ഹൈഡ്രജൻ ട്രെയിനുകൾ കൂടി ഓടിക്കാനാണ് ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണവും സാങ്കേതിക പുരോഗതിയും കൈകോർക്കുന്ന ഈ നീക്കം ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഒരു കാലത്ത് ലോകത്തെ പിന്തുടർന്ന രാജ്യം ഇന്ന് ലോകത്തിന് വഴികാട്ടുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച മാറ്റങ്ങൾ വെറും വികസന പദ്ധതികളല്ല, പുതിയ ഇന്ത്യയുടെ ഉയർച്ചയുടെ പ്രതീകമാണ്. അതിവേഗ ട്രെയിനുകളും ആധുനിക റെയിൽവേ സ്റ്റേഷനുകളും വന്ദേ ഭാരത് പോലുള്ള അഭിമാന പദ്ധതികളും ഇപ്പോൾ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനും ചേർന്ന് ഇന്ത്യൻ റെയിൽവേ ലോകത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകിയ മുൻഗണനയാണ് ഈ കുതിപ്പിന് പിന്നിലെ പ്രധാന ശക്തി. ഒരു കാലത്ത് പഴയ സംവിധാനങ്ങളുടെയും കാലതാമസങ്ങളുടെയും പേരിൽ വിമർശിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ റെയിൽവേ ഇന്ന് സാങ്കേതിക വിദ്യയുടെയും പരിസ്ഥിതി സൗഹൃദ നവീകരണങ്ങളുടെയും പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈഡ്രജൻ ട്രെയിൻ പോലുള്ള പദ്ധതികൾ ഒരു പുതിയ ഗതാഗത സംവിധാനം മാത്രമല്ല,
ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ ശക്തമായ പ്രഖ്യാപനം കൂടിയാണ്. ലോകത്തിലെ വികസിത രാജ്യങ്ങൾ മാത്രം സ്വന്തമാക്കിയിരുന്ന സാങ്കേതിക വിദ്യകളുടെ പട്ടികയിലേക്ക് ഇനി ഭാരതവും ഇടം പിടിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും വളർച്ചയുടെയും അടയാളമായി മാറുന്നു. റെയിൽവേ പാതകളിലൂടെ ഓടുന്നത് ഇനി ട്രെയിനുകൾ മാത്രമല്ല, പുതിയ ഇന്ത്യയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ്. നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ വികസനം ഒരു മുദ്രാവാക്യമല്ല, രാജ്യത്തിന്റെ ഓരോ കോണിലും അനുഭവിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഇതൊരു ട്രെയിൻ സർവീസ് മാത്രമല്ല, ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ യാത്രയാണ്. ഡീസലിൽ നിന്ന് ഹൈഡ്രജനിലേക്കുള്ള ഈ മാറ്റം ഗതാഗത മേഖലയിലെ വിപ്ലവത്തിന് തുടക്കമാകുമോ? ഈ ചരിത്ര നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ ഹൈഡ്രജൻ യുഗത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.